അപ്പം ഇനി ഞാനിത് കഴിക്കാം. ഇതെങ്ങനെയാ കഴിക്കുന്ന? കഴിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓരോന്ന് എടുത്തിട്ട് ചമ്മന്തിയിൽ മുക്കി തിന്നാ മതി. ഇത് മരിച്ചീനിയാ? മരിച്ചീനി. ഇതാണ് എന്താ? അത് എന്തോന്നാണ് കാച്ചില്. ഇത് അതല്ല ഇപ്പുറത്ത് നിങ്ങളെ ചേന. ഈ വെള്ള വെള്ളയൊക്കെ കാച്ചി അത് തന്നെ, അത് ചേനയാണെന്ന് തോന്നണം. എനിക്ക് കാണാനും വയ്യ. ഇതിങ്ങനെ ഇത്തിരി എടുത്ത് വെച്ചിട്ട് ഇത് ശരിക്കറിഞ്ഞ കാന്താരി മുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് കഴിക്കേണ്ടത്. ഇത് ഇങ്ങനെ എടുത്ത് കഴിക്കണം അല്ലേ? പക്ഷെ അത് കഴിച്ചുകൂടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എരിവും എല്ലാം ഈ സന്ധ്യ നിന്ന ഗ്യാസ് കയറുന്നെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് തരാതെ ചമ്മന്തി അരച്ചത്. പണ്ട് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം ഗ്യാസ് ട്രബിൾ കൊണ്ട് മിക്കാറുള്ളവർക്ക് ഡയബറ്റിക്കും. ഇപ്പം എന്തോ ചെയ്യുന്ന വെച്ചാൽ അരിയോഹരൻ ഇല്ലാത്തതിന് ആളുകൾ ഈ ഇതുപോലെ മൺചിറാതിലോ അല്ലെങ്കിലും ഒക്കെ കത്തിച്ച് വെച്ചിട്ട് വന്നിട്ട് കേക്ക് മുറിച്ച് തിന്നും കൊച്ചുങ്ങളും. അതെന്ത് ചെയ്യും? ആർക്കും മിക്കാറുള്ളവർക്കൊന്നും കഴിച്ചുകൂടാ. കഴിച്ചാൽ സന്ധ്യാരത്ത് നിന്ന് ഗ്യാസ് കയറി അതാണ്. അത് ചിലപ്പോൾ അന്നും അങ്ങനെ ആയിരുന്നിരിക്കാം. കാരണം അന്ന് വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ പിള്ളേരൊന്നും. അന്ന് ഇത് തന്നെ കഴിച്ചു കരിക്കും കുടിച്ചും കിടക്കും. പിന്നെ അന്ന് ഈ കാർത്തിക വിളക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഓടിയും വിളിക്കും പിള്ളേരെല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ടയർ കത്തിച്ച് ഉരുട്ടി അങ്ങോട്ടടി ഇങ്ങോട്ടടി ബഹളങ്ങളും എല്ലാം കഴിഞ്ഞ്. ടയർ കത്തിച്ച് അത് ഈ പഴയ വണ്ടിയിലെയൊക്കെ ടയറും ഇതൊക്കെ അവിടെയൊക്കെ ഇരിക്കും. അതിനെല്ലാം എൻ്റെ സഹോദരന്മാരൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് 3-4 സഹോദരന്മാരല്ലേ, അവന്മാരെല്ലാവരുടെ അമ്മമാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇതെല്ലാം അരിയോരകമ്പൊക്കെ ഊന്നി വിളിച്ച് വെട്ടമൊക്കെ കത്തിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഈ ടയറിൽ കത്തിച്ച് താഴെ നിന്ന് മേലോട്ടും മേലെന്ന് താഴോട്ടും ഒക്കെ ഉരുട്ടും. അവസാനം ഓരോരുത്തരുടെ ടയറുകൾ അവിടെ ഇവിടെ ഉരുണ്ടു പോകും. എൻ്റെ ടയർ അങ്ങോട്ട് പോയി, നിൻ്റെ ടയർ. അവസാനം ഒരു അടിയും വിളിയും കഴിഞ്ഞ് അച്ഛൻ കമ്പെടുക്കുമ്പോഴാണ് ഈ അരിയോഹരം തീരണത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഇരുന്ന് തിന്നും കിടന്നും തിന്നും. അങ്ങനെയാണ്. കാരണം അത് 1-2 ഇതുപോലെ ഇത്തിരി ഒന്നും അല്ല പുഴുങ്ങണത്. ഇതിൻ്റെ കിഴങ്ങി പുഴുങ്ങിക്കൊണ്ട് വെച്ചേക്കാണ്. അതാണ് വിളവെടുപ്പെന്ന് പറയുന്നത്. കൃഷി ചെയ്തേക്കാണ് ഇഷ്ടം പോലെ. അതിൻ്റെ ഐശ്വര്യവും സാമർഥ്യവും ഒന്ന് വേറെയാണ്. അതാണ് തൃക്കാർത്തിക ദിനം, അതിൻ്റെ ആഘോഷം. അപ്പം ഇതാണ് തൃക്കാർത്തിക. അപ്പം ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.